അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം നമ്മുടെ മോഹ്സിൻ നദ്വി അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ സിൽസാൽ ഹഖ് മറുപടി കൊടുത്തുകൊണ്ട് ഒരു 20 മിനിറ്റും ചില്ലറ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സിൽസാൽ ഹഖ് സാധാരണ വിവരക്കേട് പറയുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ സാധാരണ പറയുന്ന വിഷയം, ഞാൻ ടേറ്റത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കൊടുക്കുമ്പോഴും ഞാൻ സാധാരണ പറയാറുണ്ട് ഈ വിവരക്കേട് പറയുന്ന മനുഷ്യനാണെന്ന്. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിക്കുന്ന മനുഷ്യൻ കൂടിയാണ്. ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മങ്കൂസ് മൗലിദ വരികളെടുത്ത് ഇട്സഖബത്വഹാസിനും വാഹദ ലാക്കാഷ് കോപ്പിയ സയ്യിദി ഖൈർ നബി, അതായത് പാപമോചനം അള്ളാഹുവിൻ്റെ റസൂലിനോട് തേടാൻ വേണ്ടിയിട്ടുള്ള വരികളാണിത്. അത് ശിർക്കൻ വരിയാണ്. അപ്പം ഈ കഥകൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ന്യായീകരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ്റെ കാലത്ത് ഉണ്ടായ ഒരു സംഭവങ്ങളാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. മൗലിദിലെ ഈ വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേഖ അഷ്കൂ ഫീഹിയ, നബിയെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു. അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹിനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ഹദീസുകൾ എടുത്തു നോക്കി. മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് ചെയ്തു, നബി തങ്ങളോട് പരാതി പറഞ്ഞു, അവിടത്തോട് ശിക്കായത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ കാലത്തുള്ള സംഭവം വ്യക്തമായിട്ട് പറയുന്നില്ല. വ്യക്തമായി പറയുന്നതുണ്ടെങ്കിൽ പിന്നെ ഇതിന് അത് രണ്ടും കമ്പയർ ചെയ്താൽ ശരിയാവില്ല. എൻ്റെ പേരിലാണ് വ്യക്തമായിട്ട് പറയാത്തത്. ഇനി അറിയാത്തതിൻ്റെ പേരിലായിരിക്കാം, വിവരക്കേടല്ലേ. ആ പ്രവാചകൻ്റെ കഥ എന്താണെന്നുള്ള അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഷോർട്ടായിട്ട് എന്തൊക്കെ അടിച്ചു വിട്ട്. അപ്പം അത് യഥാർത്ഥ അതിൻ്റെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ദൂരെ അകൽച്ചയിൽ നിന്ന് സഹാബികൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ വളരെയധികം വരൾച്ച ബാധിച്ചിരിക്കുന്നു, മഴയില്ലാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്നു, കാലുകളെല്ലാം ചത്തൊഴുകുന്നു, വൃക്ഷങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആകാശത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴകൾ ധാരാളക്കണക്കിന് പെയ്തു, മഴ പെയ്തു, മഴകൾ കൂടുതൽ വർദ്ധിച്ചു. വീണ്ടും സഹാബാക്രാമകൾ അവരിൽ നിന്ന് വീണ്ടും വന്ന് ഇതേ സമയത്ത് മറ്റു ഖുത്ബ നടന്നുകൊണ്ടിരിക്കും, യാ റസൂലല്ലാഹ്, മഴകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു, കാലുകളെല്ലാം ചത്തൊഴുക്കുന്നു, വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് മഴ നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ മഴ എത്തപ്പെടാനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൽ സഹിഹ ഹദീസ് കൊണ്ട് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ഈ സംസാരമൊക്കെ ഇതിനൊക്കെ ഇത് കൊണ്ടുപോയിട്ട് ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഷോർട്ടായിട്ട് പറഞ്ഞത്. ഇതിന് അറിവ് കേട്ടുണ്ട്, ഒന്ന് അത് അറിയാത്തതിൻ്റെ പേരിലും അറിഞ്ഞിട്ട് എന്തൊരു രൂപത്തിൽ പറഞ്ഞിരിക്കട്ടെ. പക്ഷേ എന്നാൽ നമ്മുടെ മോഹ്സിൻ നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും ക്ലാസ് എടുക്കുന്ന അദ്ദേഹം എന്നാൽ പിന്നെ ഒരു ശരിക്കുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ഏകദേശം 20 മിനിറ്റും ചില സംസാരമുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിലൊന്നും തന്നെ ഈ പറയുന്ന രൂപത്തിലൊന്നും ഒരു വിശദീകരണം കൊടുക്കണ്ടേ മോഹ്സിൻ നദ്വി? ഈ സംസാരമൊക്കെ ഇത്തരം ഈ ശിർക്കായി കാര്യം ശിർക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മോഹ്സിൻ നദ്വി അതിലേക്ക് അദ്ദേഹത്തിന് അതിൻ്റെതായ രൂപത്തിൽ മറുപടി കൊടുത്തിട്ടില്ല. ഈ വിഷയം വെച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ടില്ല. ഇദ്ദേഹമാണോ നമ്മുടെ അലിമദനിക്ക് സീറിൻ്റെ കാര്യത്തിന് മറുപടി 39 മിനിറ്റ് മറുപടി സംസാരിച്ചത്? ഈ രൂപത്തിലാണോ? ഷിർക്കായ സെഹിർ ഫലിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രമാണം കൊണ്ട് തെളിയിച്ചു. അലിമദനി പണ്ഡിതൻ, അൽമദി പണ്ഡിതൻ അത് പ്രമാണം കൊണ്ട് തെളിയിച്ചു. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ 39 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനെ വിമർശിക്കാം അല്ലേ? മോഹ്സിൻ നദ്വി ഇങ്ങനത്തെ നിങ്ങളാണ് ഏത് ഷിർക്ക്, അതായത് സെഹിർ ചെയ്യാന്നുള്ളതിന് ഷിർക്ക്. ആ ഷിർക്ക് എന്നാണ് ഇതോടെ എല്ലാവരും പ്രവാചകന് പോലും ഭരിച്ചിട്ടെന്ന് പറയാം. എന്നിട്ട് എനിക്ക് പ്രചാരണം നടത്തുക, എന്നിട്ട് ജനങ്ങൾ ഷിർക്കിലേക്ക് കൊണ്ടുപോവുക. ഇതാണോ നമ്മുടെ പണ്ഡിതന്മാരുടെ നിലപാട്? ഈ രൂപത്തിലാണ് എന്തായിരിക്കും പലരുക?
എന്താ ഇത് ശിർക്കപ്പെടും? ശിർക്കല്ലേ? അത് ഇൻഷാല്ലാ ഞാൻ അടുത്ത് വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. ഈ പറയുന്ന സീറ് വിഷയവും ഈ കണ്ണേറ് വിഷയവും അതായത് മറ്റേ പിന്നെ സിറ്റികളിൽ നിന്ന് വർക്കത്തെടുക്കലും ഇൻഷാല്ലാ. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുന്ന സമയം കൂടി വരണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.